വീട്ടിലുള്ള കറുവാപ്പട്ടയുടെ കൊമ്പ് ഒരു വലിയ കഷ്ണം കൊമ്പ് മുറിച്ചിട്ട് മാവിന് താങ്ങ് കൊടുക്കേണ്ടിയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവരോട് പറഞ്ഞു, നിങ്ങളൊന്ന് ചെത്തി തന്നാൽ ഉണക്കിയാൽ നമുക്ക് കറുവാപ്പട്ട എല്ലാത്തിനും ഉപയോഗിക്കാമല്ലോ. വീട്ടിൽ തന്നെ ഉള്ളതിനാൽ അത് അധികം വാങ്ങാറുമില്ല, പക്ഷേ ചെത്തി എടുക്കാറുമില്ല. ഈ നടുക്കത്തെ മുറിച്ചതാണ് കൊമ്പ് അവർ മുറിച്ചു തന്നത്. അപ്പോൾ അവരോട് തന്നെ പറഞ്ഞു, നിങ്ങളൊന്ന് ചെത്തി തന്നാൽ, തോല് ചെത്തി മാറ്റി തന്നാൽ നമുക്ക് അത് ഉണക്കി. ഇതാണ് മരം, നല്ല വലിയ മരമാണ്. പക്ഷേ നമ്മളങ്ങനെ എടുക്കാറൊന്നുമില്ല. ഇത് വിൽക്കാനൊന്നും അങ്ങനെ അറിയില്ല എവിടെയാണ് കൊണ്ടു കൊടുക്കേണ്ടത്. അതുകൊണ്ട് അവരോട് പറഞ്ഞതുകൊണ്ട് അവരത് തോല് നല്ല നീളത്തിൽ ചെത്തിയിട്ട് തന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് നന്നായി ചെറുതായി മുറിച്ച് പൊട്ടിച്ച് വെയിലത്ത് ഉണക്കി വയ്ക്കാമെന്ന് വെച്ചു. ഇതിൻ്റെ വെള്ളം തിളപ്പിച്ചിട്ട് കുടിച്ചാൽ കൊളസ്ട്രോളിന് നല്ലതാണെന്നൊക്കെ വായിച്ചിട്ടുണ്ട്, ചെയ്ത് നോക്കിയിട്ടില്ല. എന്നാലും ഇത് വെറുതെ കളയണ്ടല്ലോ. അങ്ങനെ 3-4 ദിവസത്തെ നല്ല വെയിൽ കൊണ്ടപ്പോൾ നല്ല ഉണങ്ങി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ചെറിയ കൊമ്പൊക്കെ വെട്ടിക്കളഞ്ഞാലുള്ള ചെറിയ കൊമ്പൊക്കെ ഞാൻ അടുപ്പിൽ വെച്ച് കത്തിക്കും. നല്ല മണമായിരിക്കും, അടുക്കളയിൽ പുകയ്ക്ക് നല്ല കറുവാപ്പട്ടയുടെ മണമായിരിക്കും. അങ്ങനെ ഇതൊക്കെ ഉണക്കി ഒരു പാത്രത്തിലിട്ട് മൂടി വെച്ച് സൂക്ഷിച്ചിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും വേണമെങ്കിൽ, നല്ല കലർപ്പില്ലാത്ത സാധനമല്ലേ, കലർപ്പുള്ളത് ഇല്ലാത്തത് പൈസ കൊടുത്ത് വാങ്ങുകയും വേണ്ട. വീട്ടിലൊക്കെ ഇങ്ങനൊരു ചെറിയ മരം സ്ഥലമുള്ളവർക്ക് എവിടെയെങ്കിലും നട്ടുവെച്ചാൽ വല്ലപ്പോഴും നമുക്ക് ഒന്ന് കത്തി കൊണ്ട് ചെത്തിയെടുത്താലും മതി. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അത്യാവശ്യം വേണമെങ്കിൽ കത്തി കൊണ്ട് പച്ചയ്ക്ക് തന്നെ നല്ല മണമായിരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം. ഇങ്ങനെ മൂടി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഗ്രാമ്പൂവിൻ്റെ ചെടിയും നട്ടിട്ടുണ്ട്, പക്ഷേ അതത്ര വലുതായില്ല. താങ്ക്സ് ഫോർ വാച്ചിങ്.